സോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പാസ്ത. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിഞ്ഞ ദിവസം മാഗീൻ്റെ ഒരു പാസ്ത സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് ഹോസ്റ്റലിലോട്ടും വാങ്ങിക്കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാക്കാണ് വാങ്ങിയത്. നൂഡിൽസ് പോലെ തന്നെ പാക്കറ്റ് പൊളിക്കുമ്പം ചെറിയൊരു മസാലേന്റെ പാക്കും പിന്നെ കുറച്ച് പാസ്തയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാനൊരു പേരിന് വായിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കാൻ പോണത്. ഐശ്വര്യ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി. മസാലേന്റെ പാക്ക് തുറന്നപ്പോൾ നല്ല പരിചയമുള്ള മണം പോലെ കുറച്ചെടുത്ത് നക്കി നോക്കി. പക്ഷെ ടേസ്റ്റ് എനിക്ക് പിടികിട്ടിയിട്ടില്ല. മസാലയും പാസ്തയും പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നു. ഇതായിരുന്നു എന്റെ പ്ലാൻ. അടി പിടിക്കേണ്ട വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നെഞ്ചിന്റെ അകത്ത് ചെറിയൊരു ആദി ഉണ്ടായിരുന്നു. അഥവാ കൊളായി പാത്രം കരിഞ്ഞു പിടിച്ചാൽ അമ്മേന്റെ അടുത്ത് നിന്ന് കേൾക്കണം. ഇതിന്റെ കളർ കണ്ടപ്പോൾ തന്നെ എരിവുണ്ടാവില്ല, എനിക്ക് ഇഷ്ടപ്പെടലുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു. സൂപ്പ് പോലെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ കഴിക്കാനാണ്. അതുകൊണ്ട് അത്യാവശ്യം ഞാൻ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി തിക്കാക്കിയാൽ അടി പിടിക്കോ പേടിച്ചിട്ട് ഞാൻ വേഗം അത് പ്ലേറ്റിലോട്ട് മാറ്റി. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, ലുക്ക് വൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ എപ്പോഴും പാസ്ത മസാലയും സോസൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസി ആയിട്ടാണ് കഴിക്കാറ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കണത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഹോസ്റ്റലിലേക്ക് എപ്പോഴും നൂഡിൽസ് ആണ് ഇൻസ്റ്റന്റ് ആയി ഉണ്ടാക്കാൻ കൊണ്ടുപോകാറ്. ഇനി മുതൽ നമുക്ക് പാസ്തയും ഇൻസ്റ്റന്റ് ആയി ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ മാഗിന്റെ ഇൻസ്റ്റന്റ് പാസ്ത ട്രൈ ചെയ്തവരാണെങ്കിൽ ഡു കമന്റ്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.